പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 177 വചനത്തിൻ്റെ തുടക്കമാണ് പഠിച്ചു വന്നത്. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് എന്ന ഭാഗം. അതിൻ്റെ തുടർച്ചയിലാണ് ഇനി നമുക്ക് പഠനം തുടർത്തുവാനുള്ളത്. പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ മുഖം തിരിച്ചു വയ്ക്കലല്ല ബിർറെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞു. അവിടെ പദപ്രയോഗങ്ങൾ, ഏതാനും മസ്അലകൾ, അവതരണ പശ്ചാത്തലം, ആയത്തിൻ്റെ ഭാഗങ്ങളിലെ ചില പൊരുളുകൾ, അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചത്. തുടർന്ന് പഠിക്കുവാനുള്ള ഭാഗത്തിൽ ഇനി നമുക്ക് പ്രധാനമായും മനസ്സിലാക്കുവാനുള്ളത് ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു പറഞ്ഞ അൽ ബിറിനെ കുറിച്ചാണ്. പിന്നെ ആ ബിറിൻ്റെ വിശദീകരണം ആയത്തിൽ വന്നതിനെക്കുറിച്ചും. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ബിറിനെ പഠിപ്പിക്കുകയാണ്. ലൈസൽ ബിർറ എന്നിവിടെ പറഞ്ഞു. അതേപോലെ വലാകിന്നൽ ബിർറ എന്ന് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു. അപ്പോൾ എന്താണ് ബിർറ്? നമ്മളതിനെ സൂചിപ്പിച്ചു പോയി. നന്മകൾ, സൽസ്വഭാവങ്ങൾ, ഇതൊക്കെയാണ് ബിർറെന്ന്. ഈ പദത്തിൻ്റെ പ്രയോഗത്തിൻ്റെ ഒരു പ്രത്യേകത, നിഘണ്ടുക്കളിൽ ബ, റ, റ, ഇതാണ് ഈ പദം പേറുന്ന അക്ഷരങ്ങൾ. ബർ എന്ന് പറഞ്ഞാൽ പൊതുവെ ബഹറിന് വിപരീതമായി പ്രയോഗിക്കുന്ന പദമാണ്. ബഹർ സമുദ്രമാണ്, കടൽ. ബർ അപ്പോൾ കര എന്ന അർത്ഥത്തിൽ. റാഗിബുൽ അസ്ഫഹാനിയെപ്പോലുള്ള പണ്ഡിതന്മാർ പറയുന്നത് വതസവ്വറ മിൻഹു അല്ലെങ്കിൽ വതുസുവ്വിറ മിൻഹു അത്തവസ്സു, വിശാലത, വൈപുല്യം എന്നത് ഈ പദത്തിൽ നിന്ന് രൂപപ്പെടുത്തപ്പെട്ടു. കര പ്രവിശാലമാണ്. അതുകൊണ്ട് തന്നെ വിശാലമായ കാര്യങ്ങൾക്ക് ഈ പദം പ്രയോഗിക്കും. ബർറ്, ബിർറ്, ബുർറ്. അറബി ഭാഷയിൽ ഇവ സുവിദിതമാണ്. ബുർറ് ഗോതമ്പാണ്. ഇതര ഭക്ഷ്യപദാർത്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഗോതമ്പ്. ഏറെക്കുറെ എല്ലാ നാടുകളിലും ജനവിഭാഗങ്ങളൊക്കെയും കാലികൾ വരെ ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുവാണ് ഗോതമ്പ്. അത് വിശാലമാണ്, വിപുലമാണ് എന്നത് ഇതര ഭക്ഷ്യവസ്തുക്കളെ അപേക്ഷിച്ച് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ബുർറ് എന്ന് ഗോതമ്പിന് അറബി ഭാഷയിൽ വന്നു. അതേപോലെ ബർറ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ബർറാണ്. വിപുലവും വിശാലവുമായ കരുണയും കനിവും ഔദാര്യവും സ്നേഹവും ദയയും ഉള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന അർത്ഥത്തിലാണ് അള്ളാഹുവിന് അൽ ബർ എന്നുള്ള പേര് വന്നത്. ബററത്ത്, അതുപോലെ അൽ ബാർ എന്നൊക്കെ ഇതിൽ നിന്ന് വ്യുൽപ്പന്നമായിട്ടുള്ളതായ മറ്റു നാമങ്ങളാണ്. എല്ലാം അടിസ്ഥാനം പരിശോധിക്കുമ്പോൾ ഈ ഒരു തവസ്സുർ, വിശാലത, വിപുലത, ഈ പദങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ 14 നിലക്ക് ഇത് വന്നത്
നമുക്ക് വായിക്കാൻ സാധിക്കും. അതിൽ കര എന്ന അർത്ഥത്തിൽ ബഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നന്നായി സേവിക്കുന്നവൻ, വിശാലമായി വിപുലമായി മഹനീയമായി പുണ്യം ചെയ്യുന്നവൻ അർത്ഥത്തിൽ ബർ വന്നത് വബറം ബിവാലിദൈഹി എന്ന് യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞത്, വബറം ബിവാലിദതി എന്ന് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞത്, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്ന വിഷയത്തിൽ യഹ്യയെക്കുറിച്ച്, മാതാവിന് പുണ്യം ചെയ്യുന്ന വിഷയത്തിൽ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് വന്ന ഭാഗം. ഇതേപോലെ ബിർറ് വന്നു വിശുദ്ധ ഖുർആനിൽ പലയിടത്ത്. അതിൽ 2 തവണ ആവർത്തിച്ച് വന്നു നമ്മുടെ ഈ മഹൽ വചനത്തിൽ. ഇതേപോലെ ഇനി നമുക്ക് വരാനിരിക്കുന്ന ഒരു വചനം, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും ചെയ്യും. വലൈസൽ ബിർറു ബി അൻ തഅ്തുൽ ബുയൂത മിൻ ദുഹൂരിഹ വലാകിന്നൽ ബിർറ മൻ ഇത്തഖ എന്ന് പറഞ്ഞുള്ള പ്രയോഗം അവിടെ ബിർ ആവർത്തിക്കപ്പെട്ടു. ഇവിടെയൊക്കെ ബറായാലും ബിറായാലും ബുറായാലും ഒക്കെ ആത്യന്തികമായി അതിൻ്റെ ഒരാശയം വിശാലത, വിപുലത എന്നുള്ളതാണ്. ആ പരിഗണനയിൽ അൽബിർ എന്നുള്ളത് അർത്ഥമാക്കുന്നത് സൽഗുണങ്ങൾ സകലതും, സൽ സ്വഭാവങ്ങൾ ആസകലവും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിറിനെ വിശദീകരിച്ച ഹദീസുകളിൽ കാണാം. ഇപ്പോൾ നവാസ് ഇബ്നു സമആൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ അൽ ബിർറു ഹുസ്നുൽ ഖുലുഖ്, ബിർ എന്നാൽ അത് ഹുസ്നുൽ ഖുലുഖ് സൽസ്വഭാവമാകുന്നു എന്നാണ്. അബൂ സലബ അൽ ഖുശനിയിൽ നിന്നുള്ളൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചോദ്യത്തോട് പ്രതികരിച്ച് പറഞ്ഞത് അൽ ബിർറു മാ സകനത് ഇലൈഹി നഫ്സു വത്മഅന്ന ഇലൈഹിൽ ഖൽബു എന്നാണ്. ബിർ എന്നാൽ മാ സകനത് ഇലൈഹിൽ ഖൽബ്, ഹൃദയം ശാന്തമടഞ്ഞത്. മാ സകനത് ഇലൈഹി നഫ്സ്, മനസ്സ് ശാന്തി അടഞ്ഞത്. വത്മഅന്ന ഇലൈഹിൽ ഖൽബ്, ഹൃദയം സമാധാനം കണ്ടെത്തിയത്. അപ്പം മനസ്സിൽ നമ്മൾ ചെയ്താൽ അതിൽ സമാധാനം കണ്ടെത്തുന്നുവെങ്കിൽ, ഖൽബിൽ ശാന്തി കണ്ടെത്തുന്നുവെങ്കിൽ അതെല്ലാം ബിറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ബിറിനപ്പുറം ഇസ്മാണ്, കുറ്റം. അതിനെക്കുറിച്ച് പറഞ്ഞത് മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്നത്, മനസ്സിൽ പ്രയാസവും അശാന്തിയും ഉണ്ടാക്കുന്നത്, അതെല്ലാം കുറ്റമാണ്, പാപമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞാൻ ഈ അൽബിർ എന്ന് വിശുദ്ധ ഖുർആനിൽ ആവർത്തിക്കപ്പെട്ടതിൽ അതിൻ്റെ ഉദ്ദേശം എന്ത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയങ്ങൾ ഉണർത്തുന്നത്. ചില ഹദീസുകളിൽ ബിറിനെ അങ്ങനെ വിപുലമായ ഒരാശയത്തിലല്ല പരാമർശിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിൽ അൽ ഹാരിസത്ത് ബിനു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ കണ്ട ഒരു ചരിത്രം ഉണ്ടല്ലോ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാൻ കിടന്നു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സ്വർഗ്ഗത്തിൽ എന്ന പോലെ കണ്ടു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈണത്തിൽ ഇമ്പമുള്ള ഒരു ഖുർആൻ പാരായണം കേൾക്കുകയാണ്. നബി ചോദിക്കണം മൻ ഹാദ, അപ്പോൾ പറയാണ് ഹാരിസത്ത് ബിനു നുഅ്മാൻ, അദ്ദേഹത്തിൻ്റെ ഖുർആനോത്താണ് എന്ന് പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് പ്രതികരിച്ചത് കദാലിക്കൽ ബിർ എന്നാണ്. ഇതുപോലെയാണ് പുണ്യം ചെയ്യൽ എന്ന് പറഞ്ഞു. കാരണം എന്താ, വകാന അബറന്നാസി ബി ഉമ്മിഹി എന്നാണ്. ഈ ഹാരിസത്ത് ബിനു നുഅ്മാൻ അൽ അൻസാരി, അദ്ദേഹത്തിൻ്റെ ഉമ്മു ഹാരിസ, ജഅദ എന്നാണ് അവരുടെ പേര്, ജഅദ ബിൻത്ത് ഉബൈദ്. ഈ മഹദിയോട് അബറന്നാസ് എന്നാണ്, വലിയ നന്മ ചെയ്യുന്ന, പുണ്യം ചെയ്യുന്ന മഹാനായിരുന്നു എന്നാണ്. അപ്പോൾ അവിടെ ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്ന അർത്ഥത്തിൽ ബിർറ് വന്നതാണ് നമ്മളിവിടെ ഈ ഹദീസിൽ വായിക്കുന്നത്. ഇതുപോലെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മക്കയിലേക്കുള്ള വഴിയിൽ ഒരു അറാബിയെ കണ്ടപ്പം സലാം ഓതി. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ സഞ്ചരിക്കുന്ന ഒരു വാഹനം, യാത്രാമൃഗം, അതിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി എന്നിട്ട് ഈ ഗ്രാമീണനായ അറാബിയെ അതിൽമേ കയറ്റി എന്ന് മാത്രമല്ല
അബ്ദുല്ലാ ഇബ്നു ഉമർ ധരിച്ചിരുന്ന തൻ്റെ തലപ്പാവ് അതെടുത്ത് ഈ അറാബിയെ ധരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന അബ്ദുള്ള ഇബ്നു ദീനാർ റഹിമഹുല്ല അബ്ദുല്ലാ ഇബ്നു ഉമറിനോട് ചോദിക്കുകയാണ്, ഈ അറാബികൾക്ക് വളരെ കുറച്ച് കൊടുത്താൽ മതി, നിങ്ങൾ എന്തിനാ ഇത്രത്തോനെ നൽകിയിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ പരിഗണിക്കുന്നത്? അപ്പോൾ ഇബ്നു ഉമർ പറഞ്ഞത്, ഇന്ന അബാഹാദ ഖാന സദീഖല്ലി ഉമറ ഇബ്നുൽ ഖത്താബ്, ഈ അറാബി ഉമർ ബിൻ ഖത്താബ്, അബ്ദുല്ലാ ഇബ്നു ഉമറിൻ്റെ വാപ്പ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൂട്ടുകാരനായിരുന്നു എന്നാണ്. വാപ്പാൻ്റെ സുഹൃത്തായിരുന്നു ഈ വ്യക്തിയുടെ വാപ്പ എന്നാണ് പറഞ്ഞത്. ഇയാളല്ല, പിന്നെയോ ഈ അറാബിയല്ല, ഇയാളുടെ വാപ്പ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന അബറൽ ബിർ സിലത്തുർ റജുൽ അഹ്ല വുദ്ദി അബീഹി ബഅദ അൻ യുവല്ലി. ഏറ്റവും വലിയ ബിർ, അബറൽ ബിർ, ഏറ്റവും വലിയ ബിർ, പുണ്യം എന്ന് പറഞ്ഞാൽ വാപ്പാൻ്റെ സ്നേഹക്കാർ, ഇഷ്ടക്കാർ, അവരോട് ബന്ധം വിളക്കുക എന്നുള്ളതാണ്. ബാദായി വലിയ എന്ന് പറഞ്ഞാൽ വാപ്പാർ മരിച്ചിട്ടുണ്ട് എങ്കിൽ ഇത് പിന്നെ ഇബ്നു ഉമർ പറഞ്ഞു എന്നാണ്. ഞാനിത് കൊണ്ടുവന്നത് അവിടെ ആ പ്രയോഗം അബറൽ ബിർ അല്ലെങ്കിൽ അബറുൽ ബിർ എന്നുള്ള ആ ഒരു പ്രയോഗം, ബിറിൻ്റെ ഉദ്ദേശം അവിടെ പുണ്യം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ബിർ പ്രയോഗിക്കപ്പെട്ടത്. ഏതായാലും ഈ ബിർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ആശയത്തെ, അർത്ഥത്തെ മനസ്സിലാക്കുമ്പോൾ അത് ഉദ്ദേശിക്കുന്ന അർത്ഥതലങ്ങൾ മനസ്സിലാക്കാനാണ് ഞാൻ ഈ ചരിത്രങ്ങളെ ഇവിടെ ഉണർത്തുന്നത്. പണ്ഡിതന്മാർ പറയാണ്, അൽബിർ എന്ന് പറഞ്ഞാൽ ഇസ്മുൻ ജാമിഉൻ ലിൽ ഖൈർ, സകല നന്മകളും ഉൾക്കൊള്ളുന്ന ഒരു പദമാണ്. ഇസ്മുൻ ജാമിഉൻ ലികുല്ലി താഅത്ത് വ അമാലിൽ ഖൈർ അൽ മുഖറിബ ഇലല്ലാഹ് അൽ മൂജിബ ലിസ്സവാബ്. ബിർ എന്നാൽ എല്ലാ പുണ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന പദമാണ്, നന്മയുടെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന പദമാണ്, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന, പ്രതിഫലത്തെ അനിവാര്യമാക്കുന്ന പുണ്യങ്ങൾ, നന്മകൾ, ഇതിനൊക്കെ ഉൾക്കൊള്ളുന്ന പദമാണ് അൽബിർ. ഇതാണ് തഫ്സീറുകളിൽ നമ്മൾ ആ വിഷയത്തിൽ വായിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബിറിനെ നമുക്ക് മനസ്സിലാക്കി തന്ന വിഷയമാണ്. ബിറിൻ്റെ ആ പ്രയോഗത്തിൻ്റെ പ്രത്യേകതകൾ അത് മനസ്സിലാക്കാനാണ് ഞാൻ ചില ഉദാഹരണങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അൽബിർ എന്ത് എന്നുള്ളത് ഇവിടെ എന്ത് ചെയ്യാണ്, ഇനി മനസ്സിലാക്കി തരികയാണ്. കേവലം പശ്ചിമ ധ്രുവത്തിലേക്കോ അല്ലെങ്കിൽ പൗരസ്ത്യ ധ്രുവത്തിലേക്കോ മുഖം തിരിക്കുക എന്നുള്ളതല്ല ബിർ. പിന്നെ എന്താണ് അൽ ബിർ? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി എന്ന് തുടങ്ങി വിശദീകരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം ലാക്കിന്ന എന്നുള്ളത് എന്താണ്, അതിനെക്കുറിച്ച് പറയൽ ഹർഫുൽ ഇസ്തിദ്റാഖ് എന്നാണ്, ഇസ്തിദ്റാഖ് എന്നാണ്. അതുകൊണ്ടാണ് നമ്മളതിന് എന്നാൽ എന്ന് പറഞ്ഞത്. മശ്രിഖിലേക്കും മഗ്രിബിലേക്കും മുഖങ്ങളെ തിരിക്കലല്ല അൽ ബിർ. പിന്നെയോ ബിർ എന്ന് പറഞ്ഞെങ്കിൽ അത് ഇതാകുന്നു എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി വിശദീകരിക്കുകയാണ്. ഇവിടെ ഈ ആയത്തിന് അർത്ഥം ഉണർത്തുമ്പോൾ ചിലർ പറഞ്ഞു വലാകിന്നൽ ബിർ, എന്നാൽ ബിർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ദുൽ ബിർ എന്നാണ്. ബിറുള്ളവൻ, എന്നാൽ ബിറുള്ളവൻ ആരാണ്? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവെ വിശ്വസിച്ച് അംഗീകരിച്ചവനും അതേപോലെ അന്ത്യനാളിനെ വിശ്വസിച്ച് അംഗീകരിച്ചവനും ആണ് എന്നുള്ളതാണ്. കാരണം അൽ ബിർ എന്ന് പറഞ്ഞെങ്കിൽ അത് പുണ്യപ്രവൃത്തികളാണ്, സുഹൃതങ്ങളും ബാധ്യതകളുമാണ്, നന്മകളാണ്. അപ്പോൾ നന്മകൾ മൻ യാതൊരു കൂട്ടരാണ് അല്ലെങ്കിൽ യാതൊരുവനാണ് എന്ന് പറയില്ല. അതുകൊണ്ട് തന്നെ
നന്മകൾ ഉള്ളവൻ ആരാണ്? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചവരുണ്ട്. ചിലർ പറഞ്ഞത് അൽ ബിർ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ അൽ ബർ അല്ലെങ്കിൽ അൽ ബാർ എന്ന അർത്ഥത്തിലാണ്. പുണ്യാളൻ, അൽ ബാറു ഇസ്മു ഫായിലിൻ്റെ അർത്ഥത്തിൽ. വലാകിന്നൽ ബിർ, പുണ്യാളൻ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് ഇതിനെ വിശദീകരിച്ചവരുണ്ട്. ചിലർ വിശദീകരിച്ചത് അൽ ബിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നന്മകൾ, സുഹൃതങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ എന്നർത്ഥത്തിൽ. വലാകിന്നൽ ബിർറ, സൽസ്വഭാവങ്ങളും നന്മകളും, മൻ ആമന ബില്ല എന്ന് പറഞ്ഞാൽ ബിറുമൻ ആമന ബില്ല എന്ന അർത്ഥത്തിൽ. ഇവിടെ ബിറുമൻ എന്ന അർത്ഥത്തിൽ, ബിറുമൻ എന്ന അർത്ഥത്തിൽ ബിറിനെ മന്നിലേക്ക് ഇദാഫത്ത് ചെയ്ത്, ബിറിനെ മന്നിലേക്ക് ഇദാഫത്ത് ചെയ്ത് അങ്ങനെയാണ് അതിൻ്റെ ഉദ്ദേശം. വലാകിന്നൽ ബിർറ, എന്നാൽ സുഹൃതങ്ങൾ, സൽസ്വഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ ബിറുമൻ, യാതൊരു കൂട്ടരുടെ അല്ലെങ്കിൽ യാതൊരുവൻ്റെ സുഹൃതമാണ്, സൽസ്വഭാവമാണ്. അവൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, യൗമിൽ ആഖിർ. ഇങ്ങനെയാണ് ഈ ആയത്തിനെ ചിലർ വിശദീകരിച്ചിട്ടുള്ളത്. ഈ അറബി ഭാഷയിൽ പറയും അസ്സഖാഉ ഹാത്തിമിൻ അശ്ശുറു സുഹൈറിൻ എന്ന് പറയും. ഹാത്തിമു ത്വായി ഏറ്റവും വലിയ ഔദാര്യവാനായിരുന്നു ഹാത്തിമു ത്വായി. ഔദാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാത്തിമിൻ്റെ ഔദാര്യമാണ്. അവിടെ സഖാഉ ഹാത്തിമിൻ, സഖാഉ ഹാത്തിമിൻ, ഹാത്തിമിൻ്റെ ഔദാര്യമാണ്. ഔദാര്യം എന്നുള്ളിടത്ത് സഖാഉ എന്നുള്ള മുദാഫ് അത് കളയപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടാണ് പറയുക അസ്സഖാഉ ഹാത്തിമിൻ എന്ന്. അതേപോലെ തന്നെ കവിതയിൽ ഏറ്റവും പ്രസിദ്ധമായ കവിതയാണ് സുഹൈർ ബിൻ അബി സുൽമയുടെ കവിത. അതുകൊണ്ട് തന്നെ അശ്ശുറു സുഹൈരിൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ? അശ്ശുറു സുഹൈരിൻ, സുഹൈറിൻ്റെ കവിതയാണ് കവിത എന്ന അർത്ഥത്തിൽ. ഭാഷയിൽ ഈ ശൈലി പ്രസിദ്ധമാണ്. അതേപോലെയാണ് ഇവിടെ വലാകിന്നൽ ബിർറ ബിർറു മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ബിർ എന്നാൽ അള്ളാഹു വിശ്വസിച്ച് അംഗീകരിച്ചവൻ്റെ ബിറാകുന്നു എന്ന് ഇവിടെ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ആ ഒരു വിശദീകരണം അനിവാര്യമാണ്. എന്തിന്? ഈ ആയത്ത് നമ്മൾ യഥാവിധം മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഇനി ഇതിൻ്റെ തുടർച്ചയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് എന്താണ് ബിർ, ആരുടേതാണ് ബിർ. അള്ളാഹു സുബ്ഹാനഹു വ തആല പശ്ചിമ ധ്രുവത്തിലേക്ക് തിരിയുക അല്ലെങ്കിൽ പൗരസ്ത്യ ധ്രുവത്തിലേക്ക് തിരിയുക എന്നുള്ളതിനെ ചില വസീലയാണ് ആക്കിയിട്ടുള്ളത്, മാർഗ്ഗമാണ് ആക്കിയിട്ടുള്ളത്. ലക്ഷ്യം സുഹൃതങ്ങൾ നേടുക, പുണ്യങ്ങൾ വാരിക്കൂട്ടുക, സൽസ്വഭാവങ്ങളെ ആർജിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം വിശുദ്ധ മദീനയുടെ ചരിത്രത്തിൽ, മദീനയുടെ പശ്ചാത്തലത്തിലാണല്ലോ ഈ വചനത്തിൻ്റെയൊക്കെ അവതീർണത. കിബില മാറ്റത്തിൻ്റെയൊക്കെ വിഷയത്തിൽ പ്രത്യേകിച്ച് വലിയ സംസാരങ്ങളും ചർച്ചകളും ഉണ്ടായി. മുസ്ലിമീങ്ങൾ ഷാമിൽ നിന്ന് തിരിഞ്ഞു മക്കയിലേക്ക് നിസ്കരിച്ചതുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ചരിത്രങ്ങൾ കുറേ പറഞ്ഞു പോയതാണ്. കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം പുണ്യം നേടലാണ്, നന്മ ആർജിക്കലാണ്, സൽസ്വഭാവം പേറലാണ്. പക്ഷെ ചിലർ ഈ ലക്ഷ്യത്തെ മുഖവിലക്കെടുക്കാതെ, അതിൽ ശ്രദ്ധ ഊന്നാതെ, മാർഗങ്ങളിൽ, ലക്ഷ്യം നേടാനുള്ള മാർഗങ്ങളിൽ പൂണ്ടുപിടിച്ച് അത് പടിഞ്ഞാറോട്ടുള്ളത് കിഴക്കോട്ടായി എന്ന രീതിയിലൊക്കെ അതിൽ കടിച്ചു തൂങ്ങിയപ്പോൾ അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുകയാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശൈലിയിലൂടെ. മാർഗങ്ങളല്ല, പിന്നെയോ കൂടുതൽ ശ്രദ്ധ ഊന്നേണ്ടത് ലക്ഷ്യങ്ങളിലാണ് എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. ലക്ഷ്യം എന്താണ്? ലക്ഷ്യം ഒരാൾ പുണ്യം ആർജിക്കലും നന്മ നേടലുമാണ്. അതെവിടെയാണുള്ളത്? അത് ആർക്കാണുള്ളത്? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി എന്ന് തുടങ്ങിയിട്ട്. ഇവിടെ ആമന ബില്ലാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിശ്വസിച്ച് അംഗീകരിക്കുക എന്നതിനെയാണ് പ്രഥമമായി പറഞ്ഞത്.
അതിനെ തുടർന്നാണ് അന്ത്യനാളിലുള്ള വിശ്വാസവും പിന്നെ മലക്കുകളിലുള്ള വിശ്വാസം ഒക്കെ തുടർത്തുന്നത്. അടിസ്ഥാനം അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അത് യഥാവിധമാവുക എന്നുള്ളതാണ്. ആ അമന എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു, സത്യപ്പെടുത്തി എന്നുള്ളതാണ്. ആ അമന അതിനെ തുടർന്ന് ബി വരുമ്പോൾ ആ അമന ബി എന്നുള്ളത് കേവലം സത്യപ്പെടുത്തൽ മാത്രമല്ല, പിന്നെ സത്യപ്പെടുത്തലും അംഗീകരിക്കലുമാണ് ഉദ്ദേശം. സദ്ദഖ വ അഖറ, സത്യപ്പെടുത്തി, സമ്മതിച്ചു, അംഗീകരിച്ചു. ആമന എന്ന് മാത്രം പ്രയോഗിക്കുന്നതും ആമന ബി പ്രയോഗിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സത്യപ്പെടുത്തി അംഗീകരിക്കുന്നതിനെയാണ് ഈ പ്രയോഗം അറിയിക്കുന്നത്. ആരെയാണ് സത്യപ്പെടുത്തി അംഗീകരിക്കേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ അൽ ഈമാനു ബില്ല, അതാണ് ഒന്നാമത്തെ പുണ്യം, ബിർ. അള്ളാഹുവെ വിശ്വസിച്ച് അംഗീകരിക്കുക, സത്യപ്പെടുത്തുക എന്നുള്ള വിഷയം. അള്ളാഹുവെ വിശ്വസിച്ച് അംഗീകരിക്കുമ്പോൾ അതിൽ അനിവാര്യമായ ചില ഘടകങ്ങളുണ്ട് ആ വിശ്വാസത്തിൽ, സത്യപ്പെടുത്തലിൽ, അംഗീകാരത്തിൽ. അതൊന്ന് അള്ളാഹുവിൻ്റെ വുജൂദിനെയാണ്. അള്ളാഹുവിൻ്റെ വുജൂദിനെ, അള്ളാഹു ഉണ്ട് എന്ന കാര്യം വിശ്വസിക്കുക, അംഗീകരിക്കുക എന്നുള്ളതാണ്. രണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബാണ് എന്ന കാര്യം അത് വിശ്വസിക്കുക, അംഗീകരിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഉണ്മ, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റബ്ബ് എന്നുള്ള പ്രത്യേകത. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇലാഹാണെന്നുള്ള കാര്യം, യഥാർത്ഥ ആരാധ്യനാണെന്നുള്ള കാര്യം അൽ ഈമാനു ബില്ലയിൽ അടിസ്ഥാനമാണ്. പിന്നെ ആ അള്ളാഹു സുബ്ഹാനഹു വ തആല കേവലം ഒരു ഊർജ്ജ രൂപമല്ല, അള്ളാഹ്ക്ക് ഒരു ദാത്തുണ്ട്, ഉണ്മയുണ്ട്. ആ ഉണ്മ പല നാമങ്ങൾ ഉള്ള ഉണ്മയാണ് അള്ളാഹുവിൻ്റെ അസ്മാ. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അസിഫാത്ത്, ആ ഉണ്മക്ക് ധാരാളം വിശേഷണങ്ങളുമുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉള്ളവനാണ്. അള്ളാഹുവിൻ്റെ വുജൂദ്, ഉണ്മ, അള്ളാഹു ഉണ്ട് എന്നുള്ളത് അംഗീകരിക്കണം, അതിനെ സത്യപ്പെടുത്തണം. പിന്നെ അള്ളാഹു റബ്ബാണെന്നതിനെ സത്യപ്പെടുത്തണം. അള്ളാഹുവിനെ റബ്ബാണെന്ന് സത്യപ്പെടുത്തുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഖാലിഖാണ്, റബ്ബിൻ്റെ തേട്ടാണ് ഖാലിഖ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാലിക്കാണ്, ഉടമസ്ഥൻ. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുദബ്ബിറാണ്, നിയന്ത്രിക്കുന്നവൻ. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൈകാര്യകർത്തൃത്വം ഉള്ളവനാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബെന്ന് വിശ്വസിച്ച് അംഗീകരിക്കുമ്പോൾ അള്ളാഹു സൃഷ്ടാവാണ്, സൃഷ്ടികളെ ഉടമപ്പെടുത്തുന്നവനാണ്, മാലിക്, സൃഷ്ടികളെ നിയന്ത്രിക്കുന്നവനാണ്. അതേപോലെ മുതസർറിഫ്, അള്ളാഹു സൃഷ്ടികളിൽ കൈകാര്യകർത്തൃത്വമുള്ളവനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖൽഖിനെയും മുൽക്കിനെയും അല്ലെങ്കിൽ മിൽക്കിനെയും തദബ്ബുറിനെയും തസറുഫിനെയും അറിയിക്കുന്ന പദമാണ് റബ്ബ് എന്നുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റബ്ബ് എന്നുള്ള പ്രത്യേകത അതാണ് റുബൂബിയ്യ, കൈകാര്യകർത്തൃത്വം. ഈ നിലക്കൊക്കെ അതാണ് അള്ളാഹുവിൻ്റെ വിശ്വാസത്തിൻ്റെ മറ്റൊരു അടിസ്ഥാനം. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇലാഹാണെന്നുള്ള വിശ്വാസം, അള്ളാഹുവാണ് സാക്ഷാൽ ആരാധ്യൻ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ വിശ്വസിച്ച് അംഗീകരിക്കുമ്പോൾ അള്ളാഹു സാക്ഷാൽ ആരാധ്യനാണ്. അതുകൊണ്ട് ആരാധനയുടെ വകുപ്പുകളെല്ലാം, ആ ആരാധനകൾ അത് ദുആ, പ്രാർത്ഥനയാകട്ടെ, ഇസ്തിആന സഹായത്തേട്ടമാകട്ടെ, ഇസ്തിഗാസ രക്ഷാത്തേട്ടാകട്ടെ, ഇസ്തിആദ അഭയത്തേട്ടാകട്ടെ, തവക്കുലാകട്ടെ, റജാ, ഖൗഫ്, റഗ്ബത്ത്, റഹബത്ത്, സുജൂദ്, റുകൂ തുടങ്ങി ഇബാദത്തുകൾ അതിൽ അർഹിക്കുന്ന ഇലാഹാണ് അള്ളാഹു എന്നുള്ള വിശ്വാസം. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല കേവലം
ഒരു ഊർജ്ജരൂപമല്ല. പിന്നെ അള്ളാഹ്ക്ക് ഉണ്മയുണ്ട്, സത്തയുണ്ട്. ആ സത്ത നാമങ്ങളുള്ള സത്തയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നാമങ്ങളുണ്ട്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ഹുവർ റഹ്മാനുർ റഹീം ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ എന്ന് തുടങ്ങി അള്ളാഹുവിൻ്റെ നാമങ്ങളാണല്ലോ ഈ വചനങ്ങളൊക്കെ പറയുന്നത്. ഇതുപോലത്തെ എത്ര വചനങ്ങൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ പറയുന്ന വചനങ്ങൾ. ഇന്ന ലില്ലാഹി തിസ്അതൻ വ തിസ്ഈന ഇസ്മൻ മിഅ ഇല്ല വാഹിദ. ഹദീസിൽ പറഞ്ഞില്ലേ, അള്ളാഹ്ക്ക് 99 നാമങ്ങൾ. അള്ളാഹുവിന് ധാരാളം നാമങ്ങളുണ്ട്, 99 അപ്പുറവും നാമങ്ങളുണ്ട്. അപ്പോൾ ഈ നാമങ്ങളിൽ വിശ്വസിക്കുക. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ സിഫാത്ത്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ. അള്ളാഹു റഹ്മത്തുള്ളവനാണ്, അള്ളാഹു മഗ്ഫിറത്തുള്ളവനാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പടപ്പുകളോട് റഅഫത്തുള്ളവനാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല സമഉള്ളവനാണ്, അള്ളാഹു ബസറുള്ളവനാണ്. ഇങ്ങനെ തുടങ്ങിയ അള്ളാഹിൻ്റെ വിശേഷണങ്ങൾ. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ അള്ളാഹ്ക്ക് സത്താപരമായ വിശേഷണങ്ങളുണ്ട്. അള്ളാഹു തനിക്ക് മുഖമുണ്ടെന്ന് പറഞ്ഞില്ലേ, വജ്ഹു റബ്ബിക്. അതേപോലെ തന്നെ അള്ളാഹുവിന് കരങ്ങളുണ്ട് എന്ന് പറഞ്ഞില്ലേ, കിൽത്ത യദൈഹി യമീൻ ബൽ യദാഹു മബ്സൂതത്താൻ. അള്ളാഹിൻ്റെ 2 കരങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ലേ. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തനിക്ക് പറഞ്ഞ സിഫാത്ത്, വിശേഷണങ്ങൾ, ഇങ്ങനെ ഇതൊക്കെയും അള്ളാഹുവിന് വകവെച്ച് അള്ളാഹുവിനെ സത്യപ്പെടുത്തി അംഗീകരിക്കുക. അതാണ് ആമന ബില്ലാഹ് എന്നത് തേടുന്നത്. അങ്ങനെ അംഗീകരിക്കുന്നവൻ്റെ പുണ്യം, അല്ലെങ്കിൽ അങ്ങനെ അംഗീകരിക്കുന്നവൻ അവനാണ് പുണ്യവാൻ. അതാണ് വലാകിന്നൽ ബിർ ഇസ്മു ഫായിലിൻ്റെ അർത്ഥത്തിൽ. ഇതാണിവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. പുണ്യങ്ങളിൽ, നന്മകളിൽ, സൽ സ്വഭാവങ്ങളിൽ, ബാധ്യതകളിൽ ഏറ്റവും പ്രഥമം അതൽ ഈമാൻ ബില്ലാ, അള്ളാഹുവിലുള്ള വിശ്വാസവും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സമ്മതിക്കലും അംഗീകരിക്കലുമാകുന്നു. രണ്ടാമത് ഇവിടെ തുടർത്തി പറയുന്നത് ഈ കോർവയിൽ വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലുള്ള വിശ്വാസമാണ്. അപ്പോൾ ഇവിടെ വിഷയം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ശൈലിയിലൂടെ വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാ എന്ന് തുടങ്ങിയിട്ടുള്ള ഈ ഒരു ശൈലിയിലൂടെ ആളുകൾ ശ്രദ്ധ ഊന്നേണ്ടതും ചോദിച്ചും അന്വേഷിച്ചും കണ്ടെത്തേണ്ടതും എന്താണ്, അവർക്ക് ഏറ്റവും പരമപ്രധാനവും ഇഹപര വിജയങ്ങൾക്ക് അത്യന്താപേക്ഷിതവുമായിട്ടുള്ള വിഷയമാണ്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനം അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസമാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി ഒരു മഹൽ വചനം സൂറത്തുൽ ബഖറയിൽ തന്നെ 189 വചനം പഠിക്കാനിരിക്കുന്നു. അതിലും ഇതുപോലത്തെ ഒരു വിഷയമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 2 വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വഴി അത് വിശദമായിട്ട് പഠിക്കാം. പക്ഷേ ഇവിടെ ഇത് നമ്മുടെ ഈ ഒരായത്തിൻ്റെ ഭാഗം മനസ്സിലാക്കാനൊന്ന് ഉണർത്തുക മാത്രം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ചിലർ ചോദിക്കുകയാണ്, മാ ബാലുൽ ഹിലാൽ യത്ലഉ ദഖീഖൻ മിസ്ലൽ ഖൈത്ത് സുമ്മ യസീദ് ഹത്ത യഅ്ദും വയസ്തദീർ. അത് ഈ ചന്ദ്രോദയത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ചന്ദ്രൻ്റെ ഈ വൃദ്ധിക്ഷയങ്ങൾ, അതായത് ചന്ദ്രൻ ഉദിക്കുമ്പോൾ ഒരു നൂല് കണക്കെ, പിന്നെ രാത്രങ്ങൾ പിന്നിടുന്നതിനനുസരിച്ച് ചന്ദ്രൻ വലുതാകുന്നു, പിന്നെ അത് വൃത്താകൃതി പ്രാപിക്കുന്നു. ഇതെന്തുകൊണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചന്ദ്രൻ്റെ ഈ വൃദ്ധിക്ഷയങ്ങൾ, ദിനേനയുള്ള അതിൻ്റെ വളർച്ച, ഇതെന്ത് എന്നുള്ളതും ഈ ഗോളശാസ്ത്രവും അതുമായി ബന്ധപ്പെട്ട മസലയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് യസ്അലൂനക അനിൽ അഹില്ല, അഹില്ലയെക്കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു, മാസങ്ങളെക്കുറിച്ച്. ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്. ഈ അഹില്ല എന്ന് പറഞ്ഞെങ്കിൽ അത്
മവാഖീത്തുലിന്നാസ്, ജനങ്ങൾക്കുള്ള മീഖാത്തുകളാണ്. മആലിമുകൾ, ആരാധനാ കർമ്മങ്ങൾ ഉറപ്പിക്കാനും നിശ്ചയിക്കാനുമുള്ള അടയാളങ്ങളാണ്. വിശിഷ്യ ഹജ്ജ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ ആയത്തിലൂടെ ആളുകളുടെ ശ്രദ്ധ പരമപ്രധാനമായതിലേക്ക്, മുഖ്യമായി അവർ പരിഗണിക്കേണ്ട വിഷയത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ആയത്തിൻ്റെ ബാക്കി ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ തന്നെ അത് കൊണ്ടുവന്നു. എന്താ വിഷയം? മദീനയിൽ അൻസാരികൾ ഹജ്ജ് നിർവഹിച്ചിട്ട് മടങ്ങിയാൽ, ഇസ്ലാമിന് മുമ്പ് ഹജ്ജ് ഉണ്ടല്ലോ, ഇസ്ലാം മതങ്ങളുടെ ഉദയശേഷവും ഹജ്ജ് ഉണ്ട്. ഇവർ ഹജ്ജ് ചെയ്ത് മടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിലേക്ക് മുന്നിലൂടെ പ്രവേശിക്കില്ല, വീടിൻ്റെ മുൻഭാഗത്തിലൂടെ പ്രവേശിക്കില്ല. പിന്നെ വീട്ടിലേക്ക് പ്രവേശിക്കൽ പിന്നിലൂടെയാണ്, ജനലഴി വഴി അല്ലെങ്കിൽ വീട്ടിൻ്റെ ചുമരിന് വല്ല പ്രവേശന ഭാഗം ഉണ്ടെങ്കിൽ അതിലൂടെയൊക്കെ ആണ് അവർ പ്രവേശിച്ചിരുന്നത്. നേരെ മുന്നിലൂടെ പ്രവേശിക്കില്ല, അത് പാടില്ല എന്നതായിരുന്നു അവരുടെ ഒരു അന്ധവിശ്വാസം. ഒരിക്കൽ ഒരു അൻസാരി സഹാബി ഈ പതിവ് തെറ്റിച്ചിട്ട് എന്ത് ചെയ്തു? മുന്നിലൂടെ ഹജ്ജ് കഴിഞ്ഞിട്ട് വന്നിട്ട് വീട്ടിലേക്ക് പ്രവേശിച്ചു. അതിൻ്റെ പേരിൽ അദ്ദേഹം കണക്കിന് ശകാരിക്കപ്പെട്ടു. ഹജ്ജ് കർമ്മം കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൻ്റെ മുന്നിലൂടെ വരിക. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലൈസൽ ബിർറു ബിഅൻ തഅതുൽ ബുയൂത മിൻ ദുഹൂരിഹാ വലാകിന്നൽ ബിർറ മൻ ഇത്തഖ വഅതുൽ ബുയൂത മിൻ അബ്വാബിഹാ വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ എന്ന് ആയത്തിറക്കിയത്. നമ്മളുടെ ആയത്തിൻ്റെ വിഷയം തന്നെയാണ് ഇവിടെയും വിഷയം, ബിർറ് എന്ത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തി. അല്ലാഹു പഠിപ്പിക്കുന്നത് നമുക്ക് ഇഹത്തിലും ജീവിക്കണം, പരത്തിലും ജീവിക്കണം, ഇരു ലോകത്തും ജീവിക്കുവാൻ ഗുണപ്രദമായത്, ഉപകരിക്കുന്നത് എന്ത്, അതിലാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്, ചിന്ത ഉടക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പഠിപ്പിക്കുകയാണ് ഈ ഒരു മഹൽ വചനത്തിൽ. ഇതിൻ്റെ ഉദാഹരണം ഇനി വേറെയും ഉണ്ട്. വിശുദ്ധ ഖുർആനിൽ പല വചനങ്ങൾ ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുണ്ട്. ആളുകൾ അവർ മുഖ്യമായി ശ്രദ്ധിക്കേണ്ട വിഷയത്തിൽ ശ്രദ്ധ കൊടുക്കാതെ, അതിനെ പ്രധാനമായി പരിഗണിക്കാതെ ചില കാര്യങ്ങളിൽ പൂണ്ടുകൂടിയിട്ട് കഴിഞ്ഞുകൂടുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ആളുകളുടെ സമീപനങ്ങളെ തിരുത്തിയിട്ടുണ്ട് പലപ്പോഴും. അതിൽ ഒരു തിരുത്താണ് നമ്മളുടെ ഈ ഒരു മഹൽ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ലൈസൽ ബിർറ അൻ തുവല്ലു വജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹ് എന്ന് തുടങ്ങിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ തുടർച്ചയിൽ ആരുടെ പുണ്യമാണ് പുണ്യം, അല്ലെങ്കിൽ ആരുടെ ബിർറാണ് ബിർറ്, അല്ലെങ്കിൽ ആരാണ് പുണ്യാളൻ, സുഹൃതവാൻ, സൽസ്വഭാവി, നന്മയുള്ളവൻ, അതിൽ ഇനി വല്യൗമിൽ ആഖിർ എന്ന് തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർത്തുന്ന വിഷയം. അതാണ് നമുക്കിനി അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാനുള്ളത്. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.